ഇപ്പോൾ ഒരു കോവിഡ് വന്ന ടൈം കഴിഞ്ഞ് പിന്നെ ഏകദേശം ഷൂട്ട്സും പരിപാടികളൊക്കെ ചെറിയൊരു ഡിലേ ഉണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു 1 ഇയർ ടൈം? 2020 സി ലോക്ക്ഡൗൺ വന്നതിന് ഈ കോവിഡ് വന്നു, ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ എന്താ പറയുക വെറുതെ ഇരുന്നിട്ടില്ല ഞാൻ. ഇപ്പം കാരണം മൊത്തത്തിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ തെരുവോരം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അപ്പം അതിൽ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും ലോക്ക്ഡൗണിൽ ആദ്യം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റിലൊക്കെ ഒരുപാട് പേര്, തെരുവോരം എന്ന് പറയുന്നത് സ്ട്രീറ്റിൽ ഒറ്റപ്പെടുന്നവരെ നമ്മൾ റിക്കവർ ചെയ്യുക, അവിടെ നിന്ന് അവരെ ഒരു രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. സഹായം അവരെ റിക്കവർ ചെയ്തെടുക്കുക. കാരണം അവർ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന രീതിയിൽ നിന്ന് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ കോൺസെപ്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ ഈ പക്ഷേ സ്ട്രീറ്റിനെ സംബന്ധിച്ച്, ഈ തെരുവിലെ സംബന്ധിച്ചൊരു പ്രശ്നം, ജെനുവിനായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ഒരുപാട് ഫേക്കായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന പോലെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന രീതി തൊട്ട് കള്ളന്മാർ തൊട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് തെരുവിൽ സാധാരണ ഭിക്ഷക്കാരെ പോലെ കഴിയുന്നവരുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ശരിക്കും എനിക്കൊന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ആദ്യ സമയങ്ങളിൽ തെരുവിലുള്ളവർക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങിയത് ഞങ്ങളെല്ലാവരും കൂടാണ്. ഈ മുരുകൻ്റെ ഇതിലാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കൊടുത്തു തുടങ്ങിയത്. അത് കുറേ കൊടുത്ത് പതുക്കെ, പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു പരിധി വരെ അതങ്ങനെ കൊടുക്കുന്നത്. കാരണം ഈ ചെന്നെത്തുന്നത് ജെനുവിനായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലാണോ ഇല്ലയോ എന്ന് നമുക്കൊരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ പലതരത്തിൽ അവരെ റിക്കവർ ചെയ്യാന്നുള്ളൊരു ഇതിൽ. അപ്പം ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ ഞാനിപ്പോൾ ഈ നമ്മുടെ എറണാകുളത്തൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പം, പ്രത്യേകിച്ച് എടപ്പള്ളി ഭാഗത്തും അവിടെയൊക്കെ പോകുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ കാണുമ്പം ചിലപ്പം വലത്തെ കൈ കെട്ടിവെച്ച് ഒടിഞ്ഞ് ഇല്ലാത്ത പോലെ നടക്കും. നെക്സ്റ്റ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞ് അവരെ തന്നെ വാച്ച് ചെയ്ത് നോക്കും. ചിലപ്പോൾ അവർക്ക് ഇടത് കൈയോ മറ്റേ വേറെ ഏതെങ്കിലും കാലായിരിക്കും, അംഗവൈകല്യം. അതെ, അപ്പം അങ്ങനത്തെ കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ലോക്ക്ഡൗൺ സമയത്ത് അങ്ങനെ ആൾക്കാർ അവിടെ ഉണ്ടോ, അവർ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ചിലവർ ചിലപ്പം നമുക്ക് വേറെ കഴിയില്ലാത്തതുകൊണ്ട് അവർ ഈ ആൾക്കാരുടെ അടുത്ത് ചിലപ്പം ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടി പറയും. പക്ഷേ അതിനൊരു ഒഫീഷ്യലി ആ രീതിയിൽ ഞാൻ ആ സമയത്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് മൊത്തം ഇവിടെ എറണാകുളത്ത് മുഴുവൻ പല സ്ഥലങ്ങളിൽ നമ്മുടെ തെരുവോരത്തിൻ്റെ വണ്ടിയിൽ കുറേ ഇങ്ങനെ നടന്നു. പക്ഷേ ആ സമയങ്ങളിൽ തെരുവിലൊന്നും ഈ പറയുന്ന ഒരു ആളെയും കണ്ടിട്ടില്ല. ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ തൊട്ട് ഇവരെല്ലാവരും അവരവരുടെ ഷെൽട്ടറിലേക്ക് പോയിട്ടുണ്ട്. ജെനുവിനായിട്ട് ഒറ്റപ്പെട്ട് കിടന്ന ആൾക്കാരാണ് ആ സമയങ്ങളിൽ ഈ പറയുന്ന തെരുവുകളിൽ നമ്മൾ കണ്ടത്. അവരെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഏകദേശം 6-7 ജില്ലയിൽ നിന്ന് 1200 പേരോളം 1300 പേരോളം നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.